അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ബയോളജി എക്സാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇതുവരെ എഴുതിയ എക്സാമിന് ഇത്രയും പേടിച്ച് പോയിട്ട് എഴുതിയ എക്സാം തന്നെയില്ല. പേടിക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ നോർമലി ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ചിരിക്കുമായിരിക്കും. ബിക്കോസ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബോട്ടണി 5 ചാപ്റ്ററുകൾ സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ച് തീരാലോ. സുവോളജിയാണ് എനിക്ക് ആൾക്കാരും അങ്ങനെ പഠിക്കാതെ മാറ്റി വെക്കുന്നതും ബോട്ടണിയാണ് കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. പക്ഷേ എൻ്റെ പ്ലാനെല്ലാം തിരിച്ചായിരുന്നു. എനിക്ക് സുവോളജിയിലായിരുന്നു കൂടുതലും ഒന്നും അറിയാത്ത ചാപ്റ്റേഴ്സ്. ബോട്ടണിയിൽ എക്കോസിസ്റ്റം എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് പിന്നെ ഞാൻ പഠിച്ചെടുത്ത്. പിന്നെ എനിക്ക് സുവോളജിയിലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയാത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ സുവോളജിയിലെ ചാപ്റ്റേഴ്സ് ആയിരുന്നു ആദ്യമേ മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ഇരുന്ന് ബോട്ടണി ഫുള്ള് പഠിച്ച് മീൻസ് മൊത്തത്തിൽ വൃത്തിക്ക് നല്ലോണം ഒന്ന് പഠിച്ചെടുത്ത് സെറ്റാക്കിയിട്ട് എക്സാം എഴുതാം. എനിക്ക് ബോട്ടണി അത്യാവശ്യം അറിയാം, അങ്ങനെ ഒരുവിധം എനിക്ക് ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് മൈൻഡിൽ വരണം എന്നെ നല്ലോണം ഇരുത്തി ഒന്ന് പഠിക്കാം, അതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ബോട്ടണി എഴുതാൻ അറിയാവുന്നൊരു സബ്ജക്റ്റ് ആണ്. സുവോളജിയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലോണം ഇരുന്ന് പഠിച്ചിട്ട് പോയി എഴുതേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നും. എങ്കിലും സുവോളജി ആണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ നേരത്തെ പഠിക്കുന്നതൊക്കെ ഓർമ്മ നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു 21-ാം തീയതി ഞാൻ 21-ാം തീയതി ആയിട്ടിരുന്ന് എക്കോസിസ്റ്റം പഠിച്ചു. പിന്നെ 20-ാം തീയതി ഇരുന്ന് എക്കോസിസ്റ്റം പഠിച്ചു. എന്നിട്ട് 21-ാം തീയതി ഞാൻ എവല്യൂഷൻ പഠിച്ചു. 22-ാം തീയതി ഇരുന്നിട്ട് ഞാൻ ബയോഡൈവേഴ്സിറ്റിയും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് കുറച്ച് പഠിച്ചു. എന്നിട്ട് അതിൻ്റെ ബാലൻസ് 23-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്കും ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് മൊത്തം എനിക്ക് തലവേദനയായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പറ്റുന്ന പോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും പിന്നെ നമ്മുടെ റീപ്രൊഡക്ഷൻ്റെ പാടുണ്ടല്ലോ സുവോളജിയിൽ തന്നെ അത് വരെ ഒരുവിധം പഠിച്ചു. മൈക്രോബ്സ് 2 മാർക്ക് മാത്രമേ ഞാൻ വെയിറ്റേജ് കണ്ടുള്ളായിരുന്നു. അതുകൊണ്ട് മൈക്രോബ്സ് സ്കിപ്പ് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. പിന്നെ എനിക്കത് മെനക്കെട്ടൊന്നും നോക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജെനറ്റിക്സിലെ 2 പാഠം നോക്കാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ജെനറ്റിക്സ് നോക്കിയിട്ട് രാത്രി ഇരുന്നിട്ട് ബോട്ടണി അത്യാവശ്യം നോക്കിയിട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എനിക്ക് തലവേദന ആയത് കാരണം ഞാൻ സുവോളജിയുടെ പോർഷൻസ് ഒരുത്തം തീർത്ത് രാവിലെ എഴുന്നേറ്റിരുന്നിട്ടും ഞാൻ സുവോളജിയാണ് കൂടുതലും നോക്കിയത്, ജെനറ്റിക്സ് ആണ് നോക്കിയിട്ട് പോയത്. ബോട്ടണി എനിക്ക് അറിയാവുന്നതും പിന്നെ അറിയാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ചില ടെക്സ്റ്റിൽ നിന്ന് മാത്രം എപ്പോഴും സ്ഥിരമായിട്ട് വയ്ക്കുന്ന ചില ക്വസ്റ്റൻസ് ഉണ്ട്, അത് ഞാൻ ടെക്സ്റ്റ് അടയാളപ്പെടുത്തിയായിരുന്നു, അത് പഠിച്ചു. പിന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസ് അതൊക്കെ ഞാൻ പഠിച്ചു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, അങ്ങനെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കിയിട്ടാണ് ഞാൻ ബോട്ടണി പോയത്. അപ്പം ഫസ്റ്റ് നമുക്ക് ബോട്ടണി എക്സാം ഉണ്ട്. ബോട്ടണി എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. 1 മാർക്കിൻ്റെ സെക്ഷൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറുണ്ട്. കാരണം ബോട്ടണി നമ്മൾ അത്രയും ഇതായിട്ടിരുന്നിട്ടില്ല, നേരത്തെ പഠിച്ചാൽ അതാണ് കൂടുതൽ മൈൻഡിലുള്ളത്. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും 1 വേർഡ് എനിക്ക് അത്യാവശ്യം കിട്ടി. പിന്നെ വേറെ പ്രശ്നമൊന്നും വന്നില്ല. ഞാൻ 1-ൻ്റെത് ഡിയും 2-ൻ്റെത് ഞാൻ എഴുതിയത് ബിയും പിന്നെ 3-നെയും ബസ്മതി റൈസ് എഴുതിയത് ശരിയാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ 4-5 എനിക്ക് കറക്റ്റ് അറിയാം, കാരണം 4-ാമത്തേത് ഡിക്ലൈനിങ് ആണെന്ന് പറയാം. 5-ൻ്റെത് ഞാൻ എക്സാമിൻ്റെ ഒരു ക്ലാസ്സിൽ കണ്ടപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ജൂളം തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ടെർഷറി കൺസ്യൂമറിൻ്റെ എത്ര ആയിരിക്കും, അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് എഴുതണം പറഞ്ഞാൽ അതെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 5-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റി. അങ്ങനെ 3 എണ്ണത്തിൽ നിന്ന് എന്തായാലും കറക്റ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നു. കുറച്ച് എനിക്ക് അതിനകത്ത് നിന്ന് ഒരു ഇത്തിരി ഡൗട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് എങ്കിലും അതിൽ 3 എണ്ണം എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 9 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എഴുതേണ്ടതിനകത്ത് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള 9 എണ്ണം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. എങ്കിലും കറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടണിയിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6-ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. ഞാനത് അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. 7 ആണെന്നുണ്ടെങ്കിൽ 7-ൻ്റെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 8 നോർമലി ചോദിക്കുന്നതാണ്, 9 നോർമലി നമ്മൾ പഠിക്കുന്ന നോർമലായിട്ട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ വലുപ്പമൊക്കെ കാണുമ്പോൾ ഞാൻ ഇതെന്തോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച്, പക്ഷേ നോർമലി നമ്മൾ ആ പ്രോ ഇൻസുലിൻ്റെ ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് 2 എയും ബിയും ആയിട്ട് സെക്ഷനായിട്ട് തിരിച്ച് ചോദിച്ചേക്കും, അതങ്ങനെ എഴുതിയാൽ മതി. 11 ആണെന്നുണ്ടെങ്കിലും സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് എഴുതിയാൽ മതി. അത് നമ്മൾ എന്താണ് അതെങ്ങനെയാണ് കോട്ടൺ ബോൾ വോംസിനെ അഫക്ട് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. 12 ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നതാണ്, അത് സിമ്പിളാണ്. 13-ൻ്റെ 1-ാമത്തെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കർവ് എ ആണോ കർവ് ബി ആണോ. എ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരം ശരിയാണ്, കാരണം ആ ഒരു മാർക്ക് എനിക്ക് കിട്ടും. ബിക്കോസ് എ എന്ന് എഴുതിയിട്ട് ഞാൻ ഡ്യൂ ടു അൺലിമിറ്റഡ് റിസോഴ്സസ് എന്നാണ് എഴുതിയിട്ട്. ഇപ്പോൾ ബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കൂടെ എഴുതണമായിരുന്നു. ബി എന്ന് എഴുതിയിട്ടില്ല, അതിൻ്റെ റീസൺ എഴുതിയിട്ടില്ല. എ എഴുതി. എ ആണെങ്കിൽ അതിന് മാർക്കുണ്ട്. അതെനിക്കൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ 7-ാമത്തെ ക്വസ്റ്റ്യൻ്റെയും 2-ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടുള്ള. പിന്നെ 14 സിമ്പിളായിരുന്നു. അത് മറ്റേ ബിയും സിമ്പിളാണ്. 15 ആണെന്നുണ്ടെങ്കിലും ലിമിറ്റേഷൻസ് ചോദിക്കുന്നതാണ്, സിമ്പിളായിരുന്നു. 16 ആദ്യം എനിക്ക് ഡൗട്ട് വന്നു ഏതൊക്കെ പ്രോസസ് എഴുതണം. ഞാൻ എന്നിട്ട് പ്രോസസ്സിൻ്റെ പേരൊക്കെ മറന്നു. പിന്നെ ഞാൻ എഴുതി ഓർത്ത് ഫ്രാഗ്മെൻറ്റേഷനും, എന്നിട്ട് ഞാൻ ലീച്ചിങ്ങും എഴുതി വെച്ച്, പിന്നെ ഇതും എഴുതി വെച്ച് മറ്റേ കാറ്റബോൾസും. ആക്ച്വലി നമ്മൾ ലീച്ചിങ് എഴുതണ്ട, കാറ്റബോൾസും ഫ്രാഗ്നേഷനും മാത്രം എഴുതിയാൽ മതി. ബിക്കോസ് എർത്ത് വോമിൻ്റെതും ബാക്ടീരിയയും ഡെക്ടിറ്റസിൽ ആക്ട് ചെയ്യുന്നുള്ളതല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരു എഴുതി വെച്ചു. പക്ഷേ അത് വലിയ സീനില്ല, കറക്റ്റായിട്ടുള്ള 2 എണ്ണം ഉണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ പ്രോസസ്സും എഴുതാനെന്ന് പറഞ്ഞിട്ട് ആദ്യം എല്ലാത്തിനും പേര് എഴുതി തന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ 17-ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഓഫ് ഇ, അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഫംഗ്ഷൻ എന്താണ് എനിക്ക് എത്ര ആലോചന കിട്ടില്ല, ഞാൻ അത് എഴുതില്ല. പിന്നെ ഞാൻ സിയും ഡിയും മാർക്ക് ചെയ്തത് തിരിഞ്ഞു പോയോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അത് കറക്റ്റാണ്. അപ്പം ഈ ഫംഗ്ഷൻ ഓഫ് ഇ എത്ര മാർക്കിനാണ് അറിയത്തില്ല, ആ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നു. അതേ ഉള്ളൊരു ഇതായിട്ടുള്ളത്. പിന്നെ 18-നാണെന്നുണ്ടെങ്കിൽ എ ഞാൻ എഴുതി, ബി എനിക്ക് അറിയത്തില്ലായിരുന്നു, ബി ഞാൻ എഴുതില്ല. 19 ആണെന്നുണ്ടെങ്കിലും എയും ബിയും സിയും ഞാൻ എഴുതിയിട്ടുണ്ട്. 20 ആണെന്നുണ്ടെങ്കിലും എയും ബിയും സിയും എഴുതിയിട്ടുണ്ട്. പക്ഷേ 20-ൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചപ്പം നോർമലി ആ ടെക്സ്റ്റിൽ ഒരു ഇക്വേഷൻ ഉള്ളൂ, ആ ഒരു ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഞാൻ ആക്ച്വലി എക്കോസിസ്റ്റം മൊത്തം ടെക്സ്റ്റ് വായിച്ച് തന്നെ പഠിച്ചത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് ഞാൻ
ആ ഒരു ടെക്സ്റ്റ് തന്നെ വായിച്ച് പഠിച്ചതുകൊണ്ട് അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വായിച്ചിട്ടൊക്കെ തന്നെ ഞാൻ പോയത്. അതിന് എന്തെങ്കിലും സ്കിപ്പായെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അത് മറന്നുപോയാണോ. എന്തായാലും ഞാനൊരു ഇക്വേഷനെ പഠിച്ചുള്ളൂ, അത് തന്നെ ഞാൻ എഴുതിയേക്കുന്നത്. പിന്നെ പിന്നെ ആ ട്രാൻസിറ്റിക് ആനിമൽസ് അതൊക്കെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ളതായിരുന്നു. ബോട്ടണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ടഫാക്കി അങ്ങനെയൊന്നും അല്ല, ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബോട്ടണി ചോദിച്ചത്. പിന്നെ സുവോളജിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സുവോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സുവോളജിയാണ് എനിക്ക് ജെനറ്റിക്സ് ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നത്. പക്ഷേ സുവോളജി ആദ്യത്തെ 5 ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിരുന്നു, 5 എണ്ണം എഴുതാൻ പറ്റും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് പോയിട്ട് ഞാൻ മൈക്രോബ്സ് മാത്രമേ സ്കിപ്പ് ചെയ്തുള്ളൂ, ബാക്കി അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് ജെനറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും മൊത്തം ഇല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പഠിച്ചിട്ട് തന്നെ പോയത്. അപ്പോഴേ ബോൺ മാരോ അതൊക്കെ സിമ്പിളാണ്. പിന്നെ 6 മാർക്കിൻ്റെതും 6 മാർക്കിൻ്റെ ഞാൻ കുറച്ച് തോനെ ഞാൻ എഴുതി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മാർക്കിന് ചോദിച്ചു, ഞാൻ കുറച്ച് തോനെ എഴുതി വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടായിരുന്നു, ഞാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് എഴുതിയത്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എഴുതി. പിന്നെ അതെല്ലാം സിമ്പിളാണ്. 7 എനിക്കറിയായിരുന്നു, 7 സിമ്പിളാണ്. 8 പ്രീവിയസ് ഇയർ ആണ്, 7 8 പ്രീവിയസ് ഇയറാ, 9 പ്രീവിയസ് ഇയറാ, 10 ഭയങ്കര സിമ്പിളാണ്. അതിൻ്റെ ബി എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പിന്നെ 11 ഞാൻ സ്കിപ്പ് ചെയ്തു, അറിയത്തില്ലായിരുന്നു. പിന്നെ 12 13 അതെല്ലാം ഭയങ്കര സിമ്പിൾ. ഈ 13ഒക്കെ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 12 സിമ്പിളായിരുന്നു, 14 സിമ്പിളായിരുന്നു, 15 സിമ്പിളായിരുന്നു, 13 സിമ്പിളായിരുന്നു, 16 എല്ലാം എളുപ്പമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 മാർക്കിൻ്റെ സെക്ഷനിലായിരുന്നു. പിന്നെ എനിക്കൊരു പേടി വന്നു, കാരണം 3 മാർക്കിൻ്റെ സെക്ഷനിലും ജെനറ്റിക്സിൻ്റെ 2 പാടുണ്ട്. അതിന് ഇനി എന്താണ് ചോദിക്കുന്നതിനൊക്കെ ആലോചിച്ചിട്ട് ഇതായി. പക്ഷേ അതിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് ചോദിച്ചാൽ നല്ല ക്വസ്റ്റ്യൻ, നമ്മുടെ മറ്റേ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ നല്ല ക്വസ്റ്റ്യൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇതും നമ്മൾ എന്താണോ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്, മോഡൽ എക്സാമിന് ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗാലപ്പാഗോസ് ഐലൻഡിൻ്റെയും ഡാർവിൻ ഫിഞ്ചസും, പിന്നെ ഈ ഒരു സംഭവം ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ ആ ഒരു 4 പോയിന്റ്സ് ആണെങ്കിലും അതെല്ലാം നമുക്ക് ഈ എക്സാമിന് ചോദിച്ചായിരുന്നു, അത് അതുപോലെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് കോഡൗണ്, സ്റ്റോപ്പ് കോഡൗൺസ് അതും എല്ലാം റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇതിൻ്റെ ഈ 20 ഞാൻ എക്സ്ട്രാ എഴുതിയിരിക്കുന്നതാണ്, അതിൻ്റെ സി എനിക്ക് ഡൗട്ടുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ 6ൻ്റെ എയും 10ൻ്റെ ഒരു ഏതാ പറയുക 10ൻ്റെ ബിയും, അതാണ് എനിക്ക് കുറച്ച് ഡൗട്ടുള്ളത്. ബാക്കിയെല്ലാം സുവോളജി അടിപൊളിയായിരുന്നു. സുവോളജി എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം സുവോളജിയുടെ ക്വസ്റ്റൻ ഉണ്ടാവും. ബോട്ടണി എനിക്ക് ഭയങ്കര സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ ഒരുവിധം നല്ല രീതിയിൽ വൃത്തിക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് ബോട്ടണി. കാരണം ആലോചിച്ചാൽ തന്നെ എഴുതാം, ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടായാലും നമുക്കത് എഴുതി എത്തിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു, വേറെ സീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബയോളജി എക്സാം കഴിഞ്ഞിട്ടുണ്ട്, നല്ല എക്സാം ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഒരൊറ്റ എക്സാം കൂടെ ഉള്ളൂ, അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് ഗൈസ്. എന്താണെന്നുണ്ടെങ്കിലും ഇനി ഇംഗ്ലീഷിന് എക്സാമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് രാത്രി എടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നിരിക്കും. അപ്പം അതാണ് നമ്മുടെ പ്ലാൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.